ഹേ ഗായ്സ്, അപ്പോൾ ഇത് സീസൺ 1-ലെ ലാസ്റ്റ് എപ്പിസോഡാണ്. സോ എല്ലാവരും നല്ലോണം തന്നെ എൻജോയ് ചെയ്ത് കാണാം. പിന്നെ സീസൺ 2 വഴിയെ വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ലാസ്റ്റ് എപ്പിസോഡ്. നിനക്ക് ഇന്നത്തെ കാര്യം ഓർത്ത് പേടിയുണ്ടോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ എല്ലാം ദൈവത്തിന് വിട്ടേക്കുക. പിന്നെ അങ്കിച്ചാറിനൊപ്പം കുറേ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. ഞങ്ങളുടെ ഒപ്പമുള്ള ലാസ്റ്റ് ടൈം അല്ലേ. നീ ലാസ്റ്റ് ടൈമൊന്നും പറയല്ലേ, നമുക്ക് എങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കാം. എന്തായാലും നിങ്ങൾ ഇനി ഒന്നിക്കും. നിങ്ങൾ ഒന്നിക്കാനുള്ളതാ, അതുകൊണ്ടല്ലേ നിങ്ങൾ ആദ്യം ഒന്നിപ്പിച്ചത്. എന്തായാലും നീ പറഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഞാനും ജീവനും അങ്ങോട്ട് വരാം. നീ എന്തായാലും ഒരു ടെക്സ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്, അയാളെന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ. എന്നാ ഞാൻ ഇറങ്ങും കേട്ടോ. അങ്കീത്, നീ ഈ ഭൂമിയോട് വിട പറയാൻ തയ്യാറായിരുന്നോ? ഞാൻ എത്ര നേരായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യാം. നീ എന്താ വൈകിപ്പോയേ? അത് ഞാൻ എണീറ്റപ്പോൾ ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ റെഡിയാവാനും കുറച്ച് ടൈം എടുത്തു. പിന്നെ ബസ്സും കിട്ടിയില്ല, അത് ഇത്ര വൈകിയേ. പാർക്കല്ലേ, പെട്ടെന്നൊന്നും നടക്കില്ല. അതുകൊണ്ട് നീ വൈകിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വാ പോവാ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. എന്തോ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ്. നീ എന്നെ ചീറ്റ് ചെയ്തിട്ട് പോവാന്ന്. എനിക്കറിയാം ഞാൻ ചെയ്യില്ല എന്ന്, ബട്ട് ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു. അങ്കിത്താതായിട്ടില്ല ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സ്വപ്നങ്ങളെ കാണാൻ പൊതുവെ ഉള്ളത്. അത് ഞാനും ഇടയ്ക്ക് കാണാറുണ്ട്. അഥവാ നീ അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് നിന്നോട് മാത്രം വെറുപ്പാവും. നിന്നോട് മാത്രമല്ല, ഇനി എൻ്റെ അടുത്ത് ആരൊക്കെ വരുന്നോ അവരുടെ അടുത്തൊക്കെ വെറുപ്പായിരിക്കും എനിക്ക്. എൻ്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞു വരുന്നവർക്ക് എങ്ങനെ വിശ്വസിക്കും? പിന്നെ എനിക്കറിയാം നീ അങ്ങനെ എന്നെ ചീറ്റ് ചെയ്യാൻ ചെയ്തിട്ട് പോകില്ല എന്ന്. ഐ ട്രസ്റ്റ് യു. ആൻഡ് നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. നമുക്ക് എന്തായാലും സംസാരിക്കാം. നീ ഇവിടെ നിൽക്കുക, ഞാൻ ആ കടയിൽ നിന്ന് ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാം. വെയിറ്റ് ചെയ്യണം ഒരു 5 മിനിറ്റ്. പോയിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാം. മീര,
മീര നിനക്കെന്തെങ്കിലും പറ്റിയോ? അല്ല നീ എന്താ ഇവിടെ? അവനെന്താ നീ ഇങ്ങോട്ട് കൊണ്ടെന്ന്? അവനിവിടെ പോയി? എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല, എല്ലാം പറ്റാൻ പോകുന്ന നിങ്ങൾക്കാ. താനെന്തോർത്ത് തൻ്റെ ഒപ്പം ഇഷ്ടപ്പെട്ട് തനിക്കിഷ്ടമുള്ളത് നടക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങളായിട്ടൊരു ലൈഫ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. താനിന്ന് പറഞ്ഞില്ലേ തന്നെന്തോ ചീറ്റ് ചെയ്യുന്നെന്തോ? ഇപ്പം ഞാൻ ചീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി താൻ എന്ത് ചെയ്യാൻ പോവാ? എനിക്കൊന്നും തൻ്റെ ഒപ്പം ജീവിക്കണ്ട. ഇതെല്ലാം ഒരു പ്ലാനാണെന്ന് കരുതിക്കോ. മീര, നീ വെറുതെ പ്രാങ്ക് ചെയ്യാൻ നോക്കരുത്. വെറുതെ പറ്റിക്കാനാണ് ഇതൊന്നും വേണ്ട. സത്യമായിട്ടും ഇപ്പോഴെ നീ എന്താന്ന് കാര്യം പറഞ്ഞു. എന്താ അങ്കിത് നീ അവളെ മനസ്സിലാക്കാത്തത്? അവക്ക് നീ ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നിപ്പോ എന്താ? ഇതിന്റെ ബാക്കിലെല്ലാം ഞാനായിരുന്നു. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഷീസ് ജസ്റ്റ് എ സ്പൈ. ഞാൻ ഇവളിലോട്ടും കോൺഫിഡന്റ് അല്ലായിരുന്നു. പക്ഷെ അവളങ്ങ് അഭിനയിച്ച് തകർത്തില്ലേ, നിന്നെ വീഴ്ത്തിയെടുത്തില്ലേ. നീ പാരായാലും എന്നെ കൊല്ലാൻ പറ്റില്ല. പിന്നെ അവളുടെ കാര്യം, അത് ഞാൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചുകൊണ്ട് ഇപ്പോ നമ്മൾ തമ്മിലാണ് യുദ്ധം. വാ. ഇപ്പൊ നീ ശരിക്കും ചേച്ചില്ലടാ, അവിടെ കിടക്ക് നീ. നിനക്കിനി പരലോകം കാണാം. പെട്ടെന്ന് ഇങ്ങോട്ടോ. അങ്കിച്ചാറിനെ അയാൾ ഷൂട്ട് ചെയ്തു. അങ്കിച്ചാർ മരിക്കും. പ്ലീസ് ഒന്ന് വേഗം വാ. അങ്കിത് പ്ലീസ് എന്നെ വിട്ടു പോകല. അങ്കിത് ഐ ലവ് യു. ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല തന്നെ. ഇയാളെല്ലാം എന്നെ വിട്ടു പോകാം. കിന്നരിച്ചോണ്ട് നിൽക്കാണ്ട് പാടി അങ്ങോട്ട്. ഇനി നീ ഇവനെ കാണാൻ പോകുന്നില്ല. പാവം, ഇനി നീ കാണിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഇനി ജന്മത്തിൽ കാണാൻ പോകുന്നില്ല മോളെ. അങ്കിത്, അങ്കിത് എനിക്ക് അങ്കിത്, അങ്കിത് അവളെന്റെ മീര, അവളെ തിരിച്ചുകൊണ്ട് അവളെ കൊണ്ടുപോയി. എനിക്ക് കേരള ആംബുലൻസ് വിളിക്കുക. എന്തെങ്കിലും പറ്റുമോ? ഈ കരയാതെടോ, അവനൊന്നും വരത്തില്ല. നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്നില്ലേ. ഡോക്ടർ, അങ്കിത്തിന് എങ്ങനെയുണ്ട്? നല്ലോണം തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും അടിച്ചിട്ടത് വല്ലതാണോ? തലയ്ക്ക് നല്ലോണം മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് കാരണം ആണോന്ന് അറിയത്തില്ല. അത് അകത്തേക്ക് നല്ലോണം സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഹിസ് മെമ്മറി ഈസ് ഓൾ ഗോൺ. അവൻ ഇനി ഒന്നും ഓർമ്മ വന്നില്ലേ? നമ്മൾ എങ്ങനെ മീരനെ കണ്ടുപിടിക്കും? സിമിൻ, അവളെ നമ്മൾ ആരും കണ്ടുപിടിക്കുന്നില്ല. നീ എന്തീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾക്ക് ഉറപ്പായിരുന്നു എന്തായാലും അവളെ അങ്ങോട്ടെല്ലാം കൊണ്ടുപോകുന്നത്. പിന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവളുടെ ജീവിതം അവൾക്ക് അങ്കിത്തുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. അവൾ പറയുന്നത് അവൾ ഇനിയും അങ്കിത്തിൻ്റെ ഒപ്പം ജീവിച്ചു കഴിഞ്ഞാൽ അത് അങ്കിത്തിന് തന്നെ ഒരു ദോഷമായിട്ട് മാറത്തുള്ളൂ. പിന്നെ
ആ ജോയുടെ കാര്യം അവൻ പിന്നെ അവളെ വെറുതെ ഇടാൻ പോലുള്ള, അവനെ വെറുതെ ഇടാൻ പോലുള്ള. സോ അങ്കിത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവളെ എൻ്റെ അടുത്ത് പറഞ്ഞേ ഇനി അങ്കിത്തിനെ അവളെ ഓർപ്പിക്കേണ്ടെന്ന്. ഒരു കാരണവശാലും അങ്കിത്ത് അവളെ ഓർക്കാൻ പാടില്ലെന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ആദ്യത്തെ കേട്ടപ്പോൾ എനിക്കും ഷോക്കായിരുന്നെങ്കിലും അവൾ കുറേ എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം എനിക്കും അതാണ് നല്ലതെന്ന് തോന്നിയത്. അപ്പോ ഇനി അങ്കിത്തിന്റെ ലൈഫിൽ മീരില്ല? അതെനിക്കറിയില്ല. ഒന്നിക്കാനുള്ളവർ എപ്പോഴായാലും ഒന്നിക്കുമല്ലോ. നമുക്ക് നോക്കാം. ഡെസ്റ്റിനി അവനെ അവൾക്ക് വേണ്ടി വിധിക്കും.